നമസ്കാരം. ഞാൻ ഡോക്ടർ രാകേഷ് കുമാർ ഝാ. നിങ്ങൾ ആരോഗ്യം എങ്ങനെയാണ് ഏറ്റവും വലിയ ചോദ്യമാണ്. ഹൗസ് യുവർ ഹെൽത്ത്? അതിന് ആൻസർ ചോദിക്കാൻ നോക്കുമ്പോൾ പലത് പറയുമായ ഓക്കെ, പക്ഷേ ഓക്കെ അല്ല. സംതിങ് ഈസ് ഗോയിങ് റോങ് ഇൻസൈഡ് യു. അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചില സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ സാധാ ജീവിതത്തിൽ എന്താക്കലും മൈൻഡ് ആക്കാറില്ല. എന്താണ് പ്രശ്നങ്ങളാണ് അത് നമ്മൾ മൈൻഡ് ആക്കാറില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകാറുണ്ടോ? പിന്നെ നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ? വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് ഒരു ക്ഷീണം, കുറച്ച് ജോലി ചെയ്യാൻ പോയിട്ട് കിടക്കാം, അല്ലെങ്കിൽ ഇരിക്കാൻ തോന്നും, റെസ്റ്റ് എടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞതിന് കൂടി നമ്മൾ ഇപ്പോൾ എവിടെ റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വേർക്കുന്നുണ്ടോ? കൂടുതലായിട്ട് വേർക്കുണ്ടോ? അല്ലാതെ തന്നെ ഒരു ചെറിയ മുറിവുണ്ടോ? പക്ഷെ ആ വൂണ്ട് ഹീലിംഗ് ലേറ്റാണ്, വൂണ്ട് ഹീലിംഗ് ആവുന്നില്ല, അങ്ങനത്തെ ഉണ്ടോ? അങ്ങനത്തെ പല പ്രശ്നങ്ങളാണ് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ പിന്നെ സൈഡാക്കി വിടാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും, വെള്ളത്തിൽ കുറവായിരിക്കും. പക്ഷെ അങ്ങനെയല്ല പ്രശ്നം. ഇതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നിങ്ങൾ ഇത് അലാർമിംഗ് സൈൻ ആയിട്ട് കണക്കാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ്, നിങ്ങൾക്ക് ഷുഗർ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്രമേഹ രോഗിയായിട്ട് ആയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഉദാഹരണത്തിന്, ലോക പ്രമേഹ ദിനം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 10-20 ആൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ചെക്ക് ചെയ്തത്. അവർ പറഞ്ഞു എനിക്ക് ഷുഗർ ഇല്ല, പക്ഷേ നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 215 ഷുഗറാണ്. അതിശയായിപ്പോയി, എനിക്ക് ഷുഗറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അപ്പോൾ പറയാ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ചോദിച്ചു ക്ഷീണമുണ്ടായിരുന്നോ? ക്ഷീണമുണ്ട്, 1-2 മാസമായിട്ട് ക്ഷീണം ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രിക്കാൻ പോകാറുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു കുറച്ച് വിശപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 2 സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് സാരില്ല, ഇതാണ് പ്രമേഹം. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ പ്രമേഹം എന്താണ്, എങ്ങനെയാണ് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളെ ഇനിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ ഉണർക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ വെച്ചതാ. ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ബി കെയർഫുൾ. സംടൈംസ് യു മേ ബി ഗോയിങ് ടു ബി എ ഡയബറ്റീസ് പേഷ്യൻറ്റ്. അത് നമുക്ക് പരിഹാരമാക്കാൻ പറ്റും. താങ്ക് യു.